Beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് തിരുവോണം നക്ഷത്രത്തിന്റെ ഒക്ടോബർ മന്ത് എങ്ങനെയാണെന്ന് നോക്കാം. എന്ത് എനർജി ലെവലാണ് അവർക്കുള്ളത്, എന്തൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുക, കരിയറിൽ എന്ത് ഗ്രോത്ത് ആണ് ഉണ്ടാകുക, ബിസിനസ്സിൽ, ലൈഫിൽ, ഫാമിലി ലൈഫിൽ, റിലേഷൻഷിപ്പിലൊക്കെ എന്ത് മാറ്റങ്ങളാണ്, എന്തൊക്കെ എനർജി ചേഞ്ചസ് ആണ് ഉണ്ടാകുക നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, എന്തൊക്കെ എനർജി ചേഞ്ചസ് ആണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഉണ്ടാകുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്, അവരുടെ കരിയറിൽ എന്ത് ഗ്രോത്ത് ആണ് ഉണ്ടാകുക. ഓക്കെ, എന്തൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, അവർ കടന്നു വരുന്ന എനർജി ലെവൽസ് എന്താണ്. ഓക്കെ, ഓക്കെ, നമ്മൾ ഇവിടെ തിരുവോണം നക്ഷത്രത്തിന്റെയാണ് നോക്കിയത്. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഈ മാസം ഒന്ന് ബാലൻസ് ചെയ്തായിരിക്കും മുന്നോട്ട് പോവുക. ഓക്കെ, ഒരു മിതത്വമൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ വലിയ വിജയമാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ സക്സസിന്റെ സമയമാണ്. നിങ്ങൾ വളരെ ഗ്രോത്ത് ഒക്കെ ബിസിനസ്സിൽ ഉണ്ടാക്കും. അപ്പോൾ ബിസിനസ്സിൽ നല്ല പണമൊക്കെ വരുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരിക്കലും ആർക്കും കടം കൊടുക്കരുത് എന്നാണ് ഈ ഒരു കാർഡ് പറയാ. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് അത് പറയുന്നത് ഒരിക്കലും കടം കൊടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾ അത് കൊടുക്കുന്നത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ മനസ്സമാധാനം തന്നെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് ആയി പോവും. അതുകൊണ്ട് ഒരിക്കലും കടം കൊടുക്കാതിരിക്കുക. ഈ ഒരു മന്ത് അത് പിന്നെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് മാറാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പുറത്തു പോകുന്നതിനോ ഒക്കെ പണം കൊടുത്തിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, വിദേശത്ത് പോകാൻ വേണ്ടി പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു യാത്ര മേ ബി കുറച്ചൊന്ന് നീണ്ടുപോകാം. പക്ഷെ നടക്കും, കുറച്ചൊന്ന് നീണ്ടുപോകാം. യാത്രയ്ക്കുള്ള കാർഡ് കാണുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡെവിൾ കാർഡ് വരുന്നത് കൊണ്ട് അത് ചിലപ്പോൾ ഒന്ന് നീണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ കരിയറിലൊക്കെ കുറച്ച് റിസ്ക് എടുത്ത് ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ മുന്നേറേണ്ട ഒരു സമയമാണ്, റിസ്ക് എടുക്കേണ്ട സമയമാണ്. അതിപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. തിരുവോണം നക്ഷത്രക്കാർ ഒരിക്കലും ഫ്രീ ആയിട്ട് ഇരിക്കരുത്. ഇപ്പോൾ ബിസിനസ്സിൽ വിജയം, ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ വിജയം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെയും അത് ആ വിജയം നിലനിർത്തണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അത് നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ പൈസയൊന്നും ആർക്കും കടം കൊടുക്കരുതെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര്, പണം കൊടുത്തിട്ട് നിൽക്കുന്നവര്, അത് ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ്. ഇപ്പോൾ യാത്ര ചിലപ്പോഴൊന്ന് നീണ്ടു പോകാം. ഓക്കെ, പിന്നെ എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു കരിയർ, പുതിയ മേഖലയിൽ കാൽവയ്ക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ പഠനത്തിലാകാം, അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് പഠിക്കുന്നതിലാകാം, ഒരു പുതിയ ജോലിക്ക് പോകുന്നതാകാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊന്ന്, അപ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയാ, കുറച്ച് ടൈം ഉണ്ടല്ലോ, നമ്മൾ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് കയ്യിൽ ഒതുങ്ങി വരുന്ന ഒരു ടൈം അതൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പതറിപ്പോകരുത്, അല്ലെങ്കിൽ അത് വിട്ടുകളയരുത്. അതിന്റെ കൂടെ തന്നെ ഉണ്ടാകുക. അത് അവസാനം നിങ്ങൾക്ക് അൾട്ടിമേറ്റ് സക്സസ് തന്നെയാണ്
നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ആദ്യത്തെ തിരിച്ചടികൾ കാണുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല, പഠനത്തിലായാലും വിദ്യാർത്ഥികളോടും കൂടിയാണ്, ഒരു പക്ഷേ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് അയ്യോ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയതല്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളയരുത്. നമുക്ക് പറ്റും, അത് നമുക്ക് വഴങ്ങി വരും. സോ അത് നമ്മൾ കുറച്ച് കാത്തിരിക്കുക, ക്ഷമയോടുകൂടി, കുറച്ച് പേഷ്യൻസ് വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം തിരുവോണം നക്ഷത്രക്കാർ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്ന് എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ വരും. പക്ഷെ ക്ഷമ, ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു എടുത്തുചാട്ടം ഒന്നിലും കാണിക്കരുത്, ഒരു മിതത്വമൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുക. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കാർഡ് വന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട എന്തെങ്കിലും ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കുറച്ചൊന്ന് ലാഗ് ആകാനുള്ള ചാൻസസ് ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഒക്കെ തോന്നാം ഏതെങ്കിലും കാര്യത്തിൽ. ഓക്കെ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് നിങ്ങൾ മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അഡിക്ഷൻ തോന്നുന്ന സമയമാണ്. അപ്പോൾ നമുക്കറിയാലോ, എപ്പോഴും മനുഷ്യര് നെഗറ്റീവ്സും പോസിറ്റീവും കണ്ടാൽ എപ്പോഴും അട്രാക്ട് ചെയ്യാൻ കൂടുതൽ നെഗറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് അട്രാക്ട് ചെയ്യാനാണ് ഹ്യൂമൻ ബീങ് എപ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക. സോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലേക്ക് ഒക്ടോബർ മന്ത് വരികയാണെങ്കിൽ ചിന്തിക്കുക, നമുക്ക് പറ്റിയതല്ലാതെ. സോ അത് എന്ത് ചെയ്യുക, വിട്ടുകളയുക. ഓക്കെ, പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് നല്ലത് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ചിന്തയുണ്ട്, എന്തൊക്കെയോ ചെയ്യണം എന്ന്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉള്ളിലുണ്ട്. പക്ഷെ എവിടേക്കോ ഒരു പുറകിലോട്ടൊരു വലി, ഒരു പുൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പിന്നും പഴയ പോലെ ഇരിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കരുത്. പാരലായിട്ട് എന്തെങ്കിലുമൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോഴ്സ് ചെയ്യോ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവാനാണ് കാണുന്നത്. വെറുതെ ഇരിക്കാൻ പാടില്ല. ഓക്കെ, സോ ഈ ഒരു ഡബിൾ കാർഡ് വന്നുകൊണ്ട് ടെൻഷൻ ആകേണ്ട ഒരു കാര്യവുമില്ല. ഇത് ഇച്ചിരി എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും നെഗറ്റീവ്സ് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളുടെ ടൈം അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, ക്വിറ്റ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും അതിൽ അട്രാക്റ്റഡ് ആകരുത്. ഓക്കെ, അത്രയും മാത്രമാണ്. യെസ്, തിരുവോണം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട്. നമ്മൾ ഒരു ഡബിൾ കാർഡ് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ വേണ്ട, ഞാൻ അതാണ് എടുത്തു പറയുന്നത്. ഒരിക്കലും അതിന്റെ ടെൻഷൻ വേണ്ട. എല്ലാ കാര്യത്തിലും സക്സസ് ആണ്. യൂണിവേഴ്സ് കൂടെയുണ്ട്, നിങ്ങളെ ഗാർഡായിട്ട് കൂടെയുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ടൈമാണ്. ഏത് കോഴ്സിന് അഡ്മിഷൻ എടുത്താലും എന്ത് കാര്യം പഠിക്കാൻ പോയാലും പൂർണ്ണ വിജയമാണ്. ദൈവികത കൂടെയുള്ള ഒരു സമയമാണ്, യൂണിവേഴ്സ് കൂടെയുള്ള ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ എനർജി എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തിലാണോ ഇൻവോൾവ് ആയിരിക്കുന്നത് അത് വർക്ക് ചെയ്യുക. പോസിറ്റീവ് എനർജീസ് മാത്രം അട്രാക്ട് ചെയ്യുക. ഓക്കെ, പഠനത്തിലാണെങ്കിലോ ജോലിയിലാണെങ്കിലോ എന്തിലാണോ ഓക്കെ, ആ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ എല്ലാത്തിനും റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കുക, ടെൻസ്ഡ് ആകാതിരിക്കുക. കുറച്ച് ഒന്ന് പേഷ്യൻസോട് കൂടി ഇരിക്കുക. അപ്പോൾ നമുക്കുള്ളത് നമ്മുടെ കയ്യിലേക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് തരും. നമ്മുടെ നല്ല എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എനർജി കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ദുഷ്ടശക്തികൾ ഉണ്ടാകാം. അപ്പോൾ അതിലേക്ക് വീണു പോകരുത്. ഓക്കെ, സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തിരുവോണം നക്ഷത്രക്കാരുടെ റീഡിംഗ് ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് ഗുഡ് റീഡിംഗ് ആണ്. സോ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോസ് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, hope you like this video. Stay tuned. Have a nice day. Okay, bye.